एक एमपी जो चुना हुआ नुमाइंदा होता है, अगर उसको इस हाउस में जमहूरियत के बड़े इदारे में टेररिस्ट कहा जा सकता है, तो उन मुसलमानों को सड़कों पे भी टेररिस्ट कहा जा सकता होगा। इसी तरह से സ്പീക്കർ ബി.ജെ.പിയോ കോൺഗ്രസോ സമാജ്വാദി പാർട്ടിയോ അല്ല. ഇന്ന് മുതൽ നിങ്ങളുടെ പാർട്ടി ഒന്നു മാത്രമാണ്, ഇന്ത്യൻ ഭരണഘടന. നിങ്ങൾ അതിന്റെ സംരക്ഷകനാകണം. 17ാം സഭാ സമ്മേളനത്തിൽ ഒരു മുസ്ലിം എം പിയെ തീവ്രവാദി എന്ന് വിളിച്ചപ്പോൾ സഭയിൽ നിങ്ങൾ നിശബ്ദനായിരുന്നില്ലേ എന്ന്. ശ്രീനഗറിൽ നിന്ന് ജമ്മു കാശ്മീർ നാഷണൽ കോൺഫറൻസിന്റെ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട എം പി ആഗാ സയ്യിദ് റുഹുല മഹദി പാർലമെന്റിൽ സംസാരിച്ചപ്പോൾ സഭ നിശബ്ദമായി പോയി. ആ പ്രസംഗം വൈറലാവുകയും ചെയ്തു. കാരണം അദ്ദേഹം സ്പീക്കർ ഓം ബിർളയെ ആദ്യ ദിനം തന്നെ തുറന്നെതിർക്കുകയും തുറന്നു കാണിക്കുകയും താക്കീത് ചെയ്യുകയും ചെയ്തൊരു പ്രസംഗമായിരുന്നു അത്. മെഹദി സംസാരിച്ചതിലെ കുറച്ച് കാര്യങ്ങൾ ഇതാണ്. ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ സ്ഥാപനമാണ് ഈ സഭ. നിങ്ങൾ പ്രതിപക്ഷത്തെ കേൾക്കാൻ വേണ്ടി ഭരണപക്ഷത്തെ നിർബന്ധിച്ചാലും പ്രതിപക്ഷത്തെ നിശബ്ദരാക്കിയാലും ഓർമ്മിക്കപ്പെടും. ഈ സഭയിൽ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു മുസ്ലിം എം പിയെ കഴിഞ്ഞ സമ്മേളന കാലത്ത് തീവ്രവാദി എന്ന് വിളിച്ചത് അയാൾ മുസ്ലിം ആയതുകൊണ്ട് മാത്രമായിരുന്നു. ആ സമയത്ത് നിങ്ങൾ എങ്ങനെ മൗനം പാലിച്ചുവെന്നതും നിങ്ങളെ ഓർക്കാനുള്ള കാരണമാണ്. അത്തരം ശബ്ദങ്ങൾ നിശബ്ദമാക്കാനോ ഉയർത്താനോ നിങ്ങൾ അനുവദിച്ചു എന്നതിലൂടെയും നിങ്ങൾ ഓർമ്മിക്കപ്പെടും. ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു മുസ്ലിം എം പിയെ സഭയിൽ തീവ്രവാദി എന്ന് വിളിക്കാമെങ്കിൽ മുസ്ലിങ്ങളെ തെരുവിലും തീവ്രവാദികൾ എന്ന് വിളിക്കാമെന്നൊരു മെസ്സേജ് അതിലുണ്ട്. നിങ്ങൾ ജനാധിപത്യത്തിന്റെ സംരക്ഷകനായതിനാൽ അന്ന് സഭയിൽ ഒരു മാതൃക കാണിക്കേണ്ടതായിരുന്നു. അതുണ്ടായില്ല എന്ന് മെഹദി പറഞ്ഞപ്പോഴേക്കും ഇത് വലിയ കേൾക്കാൻ നല്ല സുഖമുള്ള കാര്യമല്ലല്ലോ. റിയാലിറ്റി ആണെങ്കിലും കേൾക്കുമ്പോൾ നാണക്കേട് തോന്നുമല്ലോ. माननीय सदस्यगण, ये सदन का पहला दिन है. आप बोलते समय क्या टिप्पणी कर रहे हैं उसका ध्यान रखें. സ്പീക്കർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല, ഇരിക്കാൻ പറഞ്ഞു. നിങ്ങൾ അവിടെ ഇരുന്ന് ആലോചിക്കും, ഇന്ന് സഭാ സമ്മേളനത്തിന്റെ ആദ്യ ദിവസമല്ലേ എന്നൊക്കെ പറഞ്ഞ് ചിരിക്കുകയാണെങ്കിലും പല്ല് കടിച്ചുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ തുടങ്ങി ഓം ബിർള. മെഹദി പിന്നീട് പറഞ്ഞത് കാശ്മീരിൽ ആർട്ടിക്കിൾ 370 റദ്ദാക്കുന്നതിനുള്ള ബില്ല് 1 മിനിറ്റിനുള്ളിൽ ഈ സഭയ്ക്ക് മുന്നിൽ വെക്കുകയും 30 മിനിറ്റിനുള്ളത് പാസ്സാക്കുകയും ചെയ്തതിലും നിങ്ങൾ ഓർമ്മിക്കപ്പെടും എന്ന് പറഞ്ഞപ്പോൾ സ്പീക്കർ അതിന് മറുപടിയായിട്ട് ബിൽ ചർച്ച 9.5 മണിക്കൂർ നീണ്ടു നിന്നു എന്ന് അദ്ദേഹത്തിന് അറിയില്ല എന്നൊക്കെ പറഞ്ഞു. ആദ്യ ദിനം മുതൽ തന്നെ ഓം ബിർളയും പ്രതിപക്ഷാംഗങ്ങളും തമ്മിലുള്ള ഒരു കശപിശ തുടങ്ങിയിരുന്നു സഭയിൽ. ശശി തരൂര് ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ജയ് ഹിന്ദ് ജയ് സംവിധാൻ എന്ന് പറഞ്ഞതിനും സഭയിൽ എന്തൊക്കെയോ ബഹളം ഉണ്ടായി. ജയ് സംവിധാൻ എന്ന് വെച്ചാൽ എന്താണ്? ജയ് ഭരണഘടന എന്നാണ്. അതിലെന്താണ് ഈ സ്പീക്കർക്കും സംഘികൾക്കും പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പലരും ജയ് ഹിന്ദുരാഷ്ട്ര എന്നും ജയ് ശ്രീറാം എന്നും ജയ് ഹെഡ്ഗേവാർ എന്നൊക്കെ പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ വിശദമായി തന്നെ ചെയ്തില്ല. അതിൽ ആർക്കും ഒരു പ്രശ്നമില്ല. പക്ഷെ ജയ് സംവിധാൻ എന്നൊക്കെ കേൾക്കുമ്പോൾ, ഭരണഘടന എന്നൊക്കെ കേൾക്കുമ്പോൾ എന്തോ ഇവരുടെ തലയിൽ ബോംബ് വീണ് പൊട്ടുന്ന പോലത്തെ ഫീലിംഗ് ആണ് ഇവർ പ്രകടിപ്പിക്കുന്നത്. And that I will faithfully discharge the duty upon which I am about to enter. Jai Hind, Jai Samvidhan. അതുകൂടാതെ കോൺഗ്രസിന്റെ എം പി ആയ ദീപേന്ദ്ര എസ് ഹൂഡയോട് ഇന്നലെ ഒച്ചയിട്ട് സംസാരിക്കാനും സ്പീക്കർ മുതിരുന്നത് നമ്മൾ കണ്ടു. ഓം ബിർള സത്യത്തിൽ സഭയുടെ സ്പീക്കർ അല്ല എന്നും വെറും BJP സ്പീക്കർ ആണെന്നും പ്രതിപക്ഷത്തിന് അദ്ദേഹത്തിൽ നിന്ന് യാതൊരു നീതിയും കിട്ടില്ല എന്നും 2 ദിവസം കൊണ്ട് തന്നെ നമുക്ക് ബോധ്യം വന്നു കഴിഞ്ഞു. ഭരണം നിലനിർത്തുന്നതിൽ സ്പീക്കറുടെ അധികാരവും കഴിവും എന്താണെന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞൊരു പാർട്ടിയാണ് BJP. അതുകൊണ്ട് ഇത്തവണ നരേന്ദ്രമോദി അറിഞ്ഞു തന്നെയാണ് കളിക്കുന്നത്. ജിസ്കാ സ്പീക്കർ ഉസ്കി സർക്കാർ എന്നൊരു പഴഞ്ചൊല്ല് ഡൽഹിയിൽ നിരന്തരം മുഴങ്ങിക്കേൾക്കുന്ന ഒന്നാണ്. അത് സത്യവുമാണ്. 1999 വാജ്പേയി സർക്കാരിന്റെ സ്പീക്കർ ചന്ദ്രബാബു നായിഡുവിന്റെ പാർട്ടിയായ TDPയുടെ GMC ബാലയോഗിയായിരുന്നു. ഇത്തവണയും TDP സ്പീക്കർ സ്ഥാനം ചോദിച്ചപ്പോൾ കൊടുക്കാതിരിക്കാനുള്ള പാഠം BJP പഠിച്ചത് ആ 1999 നിന്നാണ്. അന്ന് BJP സ്പീക്കർ ആയിരുന്നുവെങ്കിൽ മന്ത്രിസഭ വീടില്ലായിരുന്നു എന്ന പാഠം അന്ന് മുതൽ അവർ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഒരേ ഒരു വോട്ടിനാണ് വാജ്പേയിയുടെ മന്ത്രിസഭ വീണത്. നിർണായക നിമിഷത്തിൽ സ്പീക്കർ വോട്ട് ചെയ്യുന്നതിന് പകരം ഒഡീഷ കോൺഗ്രസ് നേതാവ് ഗിരിധർ ഗമാങ്ങിനെ വിശ്വാസ പ്രമേയത്തിൽ വോട്ട് ചെയ്യാൻ വേണ്ടി സ്പീക്കർ അനുവദിച്ചു. ഈ വോട്ട് വേണമെങ്കിൽ സ്പീക്കർക്ക് തടയാൻ പറ്റുന്ന ഒരു വോട്ടായിരുന്നു സ്വന്തം അധികാരം വെച്ച്. കാരണം അന്ന് ഗിരിധർ ഒഡീഷ മുഖ്യമന്ത്രിയായി കഴിഞ്ഞിരുന്നു. MP സ്ഥാനം രാജിവെക്കുന്നതിന് തൊട്ടു മുമ്പാണ് ഈ വിശ്വാസ വോട്ടെടുപ്പ് നടക്കുന്നത്. 60 ദിവസത്തിലധികമായിട്ട് സഭയിൽ വരാതിരുന്ന ഗിരിധർ വോട്ട് ചെയ്യുന്നതിനെ BJPക്കാർ ചോദ്യം ചെയ്തിട്ടും എതിർത്തിട്ടും സർക്കാർ വീണു പോകട്ടെ ഇതുകൊണ്ട് എന്ന പോലെ സ്പീക്കർ ഒരുതരം നിശബ്ദത പാലിക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് വാജ്പേയി സർക്കാർ 270-269 എന്ന നിലയിൽ വിശ്വാസ പ്രമേയത്തിൽ തോറ്റുപോയത്. ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ വിശ്വാസ വോട്ടിൽ പരാജയപ്പെട്ട ഒരു നാണം കെട്ട പ്രധാനമന്ത്രിയായി അതോടെ വാജ്പേയി മാറുകയാണ്. ചരിത്രപരമായ നാണക്കേട് BJPക്ക് ഉണ്ടാക്കി കൊടുത്തത് അന്നത്തെ സ്പീക്കറാണ്.
അതിനു മുമ്പും സ്പീക്കറുടെ വില എല്ലാവർക്കും അറിയാമായിരുന്നുവെങ്കിലും അന്ന് സ്പീക്കർ എന്നാൽ പിന്നെ ഭീകരനാണ് എന്നൊരു ബോധ്യം അന്നാണ് BJP-ക്കാർക്ക് ശരിക്കും വന്നത്. BJP-ക്കാർക്ക് മാത്രമല്ല, പ്രതിപക്ഷത്തിനും ബോധ്യം വന്നു സ്പീക്കറുടെ കഴിവ്. ഒരു മന്ത്രിസഭ താഴെ വീഴ്ത്താൻ കഴിഞ്ഞല്ലോ. സ്പീക്കറെ തെരഞ്ഞെടുക്കുന്നവരെയേ പാർട്ടിയുള്ളൂ, തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം സ്വതന്ത്രനാണ് എന്നാണ് ഒരു വെപ്പ്. എന്നാൽ ഓം ബിർളയെ പോലെയുള്ളവർ എല്ലാ കാലത്തും പാർട്ടിയുടെയും മോദിയുടെയും അടിമയും ഗുണ്ടയും ഒക്കെ തന്നെയാണ്. കഴിഞ്ഞ നിയമസഭാ സമ്മേളന കാലത്ത് മുഴുവൻ സഭയിലെ ഏറ്റവും വലിയ ഗുണ്ട സ്പീക്കറായിരുന്നു. ആ ഉറപ്പിൽ തന്നെയാണ് നരേന്ദ്രമോദി ഇത്തവണയും ഓം ബിർളയെ തെരഞ്ഞെടുത്തത്. സ്പീക്കറുടെ അധികാരങ്ങൾ എന്ന് പറയുന്നത് അനവധിയാണ്. ഈ വിഷയത്തിൽ എല്ലാ പ്രധാനപ്പെട്ട മാധ്യമങ്ങളും വിശദമായ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. മനോരമ എഴുതിയതിൽ നിന്നും കുറച്ചു ഭാഗം ഞാനൊന്ന് നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ലോക്സഭാ സ്പീക്കറാണ് സഭയുടെ പ്രവർത്തനം പൂർണ്ണമായും നിയന്ത്രിക്കുന്നത്. സഭ പ്രവർത്തിക്കുന്നതും നിർത്തിവെക്കുന്നതും അദ്ദേഹത്തിന്റെ തീരുമാനപ്രകാരമാണ്. സഭ സുഗമമായി നടത്തുന്നതിനും പ്രവർത്തിപ്പിക്കുന്നതിനും നിഷ്പക്ഷനായ സ്പീക്കറിന് കഴിയും. ലോക്സഭയുടെയും രാജ്യസഭയുടെയും സംയുക്ത സമ്മേളനങ്ങളിൽ അധ്യക്ഷത വഹിക്കേണ്ടത് ലോക്സഭാ സ്പീക്കറാണ്. സഭയിൽ അവതരിപ്പിക്കുന്ന ബിൽ ധനകാര്യ ബില്ലാണോ എന്ന് തീരുമാനിക്കുന്നത് സ്പീക്കറാണ്. പാർലമെന്ററി കമ്മിറ്റികളിലെ അംഗങ്ങളെയും അധ്യക്ഷന്മാരെയും നോമിനേറ്റ് ചെയ്യേണ്ടതും സ്പീക്കറാണ്. യോഗങ്ങളുടെ അജണ്ട തീരുമാനിക്കുന്നത് സ്പീക്കറാണ്. അടിയന്തര പ്രമേയങ്ങൾ അനുവദിക്കണമോ എന്ന അന്ത്യതീർപ്പ് സ്പീക്കറുടേതാണ്. ലോക്സഭയിൽ അംഗങ്ങൾക്ക് ചോദ്യം ചെയ്യാനുള്ള അവസരം നൽകുന്നത് സ്പീക്കറാണ്. പാർലമെന്റിലെ അംഗങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്നും അപ്രസക്തമായതോ സഭ്യതയ്ക്ക് നിരക്കാത്തതോ ആയ ഭാഗമുണ്ടെങ്കിൽ അത് നീക്കം ചെയ്യുവാനും രേഖകളിൽ നിന്നും മൊത്തമായോ ഭാഗികമായോ മാറ്റുവാനുമുള്ള നിർദ്ദേശവും സ്പീക്കറാണ് നൽകേണ്ടത്. സഭയില് ബില്ലുകളൊക്കെ അവതരിപ്പിച്ച് ചർച്ച ചെയ്തു കഴിഞ്ഞാൽ അത് പാസ്സാക്കുന്നതിനായി ഏതു രീതി സ്വീകരിക്കണമെന്ന് തീരുമാനിക്കുന്നത് സ്പീക്കറാണ്. ശബ്ദ വോട്ടുകളോടെ പാസ്സാക്കാൻ സ്പീക്കർ അനുവാദം നൽകിയാൽ ആ ബിൽ പാസ്സായി എന്ന് പറയുന്നത് സ്പീക്കറാണ്. ശബ്ദ വോട്ടുകൾ റെക്കോർഡായി കണക്കാക്കാറില്ല. എന്നാൽ പിന്നീട് ഇത് പുനഃപരിശോധന ചെയ്യാനും കഴിയാറില്ല. പലപ്പോഴും സഭ നടക്കുമ്പോൾ ഭരണപക്ഷത്ത് അംഗസംഖ്യ കുറയുമ്പോൾ സഭ പ്രക്ഷുബ്ധമാകുന്ന കാലത്ത് ഈ വിധത്തിലാണ് ഭരണപക്ഷം ബില്ലുകൾ വേഗത്തിൽ പാസ്സാക്കിയെടുക്കുന്നത്. ബില്ലുകൾ പാസ്സാക്കാൻ വേണ്ടി വോട്ടെടുപ്പ് നടക്കുമ്പോൾ സഭയുടെ നാഥനായ സ്പീക്കർക്ക് വോട്ട് രേഖപ്പെടുത്താൻ കഴിയാറില്ല. ഇരുപക്ഷത്തുമുള്ള വോട്ടെടുപ്പ് കഴിയുമ്പോൾ ടൈ വന്നാൽ രണ്ടുപേർക്കും തുല്യ വോട്ടുകൾ കിട്ടിയാൽ മാത്രമേ സ്പീക്കറിന് വോട്ടവകാശമുള്ളൂ. കാസ്റ്റിംഗ് വോട്ട് എന്നറിയപ്പെടുന്ന ഇത് എല്ലായ്പ്പോഴും സർക്കാരിന് അനുകൂലമായിരിക്കും. അങ്ങനെയാണല്ലോ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള സ്പീക്കർ ആണെങ്കിൽ സംഭവിക്കേണ്ടത്. സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്ന അംഗങ്ങളെ സസ്പെൻഡ് ചെയ്യാനുള്ള അവകാശം സ്പീക്കറിനുണ്ട്. ഭരണഘടനയുടെ 10ാം ഷെഡ്യൂളിലാണ് ഇത് സംബന്ധിച്ചുള്ള സ്പീക്കറുടെ അധികാരങ്ങളെ കുറിച്ച് പറയുന്നത്. നമുക്ക് ഓർമ്മയുണ്ട്, ഇക്കഴിഞ്ഞ 17ാം ലോക്സഭയിൽ പ്രതിപക്ഷത്തെ 100 MP-മാരെയാണ് പല സമയങ്ങളായി സ്പീക്കർ സസ്പെൻഡ് ചെയ്ത് പുറത്തു നിർത്തിയത്. ഇതിൽ 41 പേരും കോൺഗ്രസിന്റെ MP-മാരായിരുന്നു. അപ്പൊ മുകളിൽ പറഞ്ഞതുപോലെ കൂറുമാറ്റ പരാതികളൊക്കെ ഇപ്പോൾ BJP ഭരിക്കുമ്പോൾ ഇവർക്ക് ഭൂരിപക്ഷം ഇല്ലാതിരിക്കുമ്പോൾ എല്ലാ പാർട്ടികളുടെയും ഏറ്റവും വലിയ ഭീതി എന്ന് പറയുന്നത് മറ്റു പാർട്ടികളിൽ നിന്ന് ഇവർ MP-മാരെ വലിക്കുമോ എന്നതാണ്. അപ്പൊ കൂറുമാറ്റ പരാതികളിലൊക്കെ സ്പീക്കറാണ് തീരുമാനമെടുക്കേണ്ടതും നിലപാട് പറയേണ്ടതും. സ്പീക്കറുടെ അഭിപ്രായങ്ങൾ സഭയുടെ ശബ്ദമായിട്ടാണ് എല്ലായ്പ്പോഴും കണക്കാക്കപ്പെടുന്നത്. MP-മാരുടെ സംരക്ഷകനാണ് സ്പീക്കർ എന്നാണ് വെപ്പ്. രാജ്യത്ത് എവിടെ വെച്ചും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഏതെങ്കിലും ഒരു ജനപ്രതിനിധി അനുഭവിച്ചാൽ അംഗങ്ങൾ പരാതി നൽകുന്നതും നടപടിയെടുക്കാൻ വേണ്ടി അഭ്യർത്ഥിക്കുന്നതും സ്പീക്കറോടാണ്. ഇത്രയും വലിയ അധികാരങ്ങളുള്ള ഒരാളാണ് സ്പീക്കർ. ഇത്രയൊക്കെയാണ് മനോരമയെന്ന് ഞാൻ എടുത്തു പറയുന്ന കുറച്ച് ഭാഗമാണ് ഇത്. അപ്പൊ സ്പീക്കർ എന്ന് വെച്ചാൽ ഒരു സഭയെ നിലനിർത്തുന്നത്, ഒരു പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നത്. ഇത്തവണ പ്രത്യേകിച്ചും BJP-ക്ക് സ്വന്തമായിട്ട് ഭൂരിപക്ഷമില്ലാത്ത ഒരു കൂട്ടുമുന്നണി മന്ത്രിസഭ ഇരിക്കുമ്പോൾ സ്പീക്കർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ആളാണ്. പക്ഷെ ആ സ്പീക്കർ ഒരു മാന്യത പ്രതിപക്ഷത്തിനോടും കാണിക്കണം എന്നുള്ളത് പ്രതിപക്ഷവും ആഗ്രഹിക്കും. പക്ഷെ സ്പീക്കർ നിഷ്പക്ഷനായിരിക്കണം എന്നാണ് വെപ്പ്. എന്നാൽ സ്പീക്കർ ഓം ബിർള അങ്ങനെ ആയിരിക്കുമെന്നോ പ്രതിപക്ഷത്തിന് നീതി കിട്ടുമെന്നോ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. ഇത്തവണ പ്രതിപക്ഷത്തിന് നരേന്ദ്രമോദിയെ മാത്രം എതിർത്താൽ പോരാ, നരേന്ദ്രമോദിയോടും BJP-യോടും മാത്രം യുദ്ധം ചെയ്താൽ പോരാ, സ്പീക്കറോടും കടുത്ത യുദ്ധം തന്നെ ചെയ്യേണ്ടി വരും എന്നതിന്റെ സൂചനയാണ് ആദ്യ ദിവസങ്ങൾ നമുക്ക് നൽകുന്നത്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയുമായി നാളെ കാണാം.